അബുല്ലായുടെ മരണവിവരം അറിഞ്ഞ് കാനഡയുടെയും അമേരിക്കയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ബഫലോയിലേക്ക് ഒഴുകിയെത്തി. ബീഗം മൗദൂദിയും മകൻ ഡോക്ടർ അഹമ്മദ് ഫാറൂഖും സഹോദരി ഭർത്താവ് മസ്ഊദ് അഹമ്മദും ചേർന്ന് മൗദൂദിയുടെ മയ്യിത്ത് കുളിപ്പിച്ചു. ജനാസ നമസ്കാര ശേഷം മയ്യിത്ത് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമം ആരംഭിച്ചു. ന്യൂയോർക്കിൽ നിന്ന് പാൻ അമേരിക്കൻ വിമാനത്തിൽ ലണ്ടനിലേക്കായിരുന്നു ആദ്യ യാത്ര. ലണ്ടനിൽ രാത്രി 8:30 മയ്യിത്ത് എത്തിയത്. എയർപോർട്ടിൽ വെച്ച് 4 തവണയായി ജനാസ നമസ്കാരം നടന്നു. അവിടെ നിന്ന് ആംസ്റ്റർഡാം, ദമസ്കസ് വഴി കറാച്ചിയിലേക്ക്. കറാച്ചി എയർപോർട്ടിൽ ഒരു മനുഷ്യ മഹാസമുദ്രം തന്നെ തിങ്ങി നിറഞ്ഞു. എയർപോർട്ട് സ്റ്റേഡിയത്തിലേക്ക് ഒരു ട്രക്ക് വഴി മൃതദേഹം എത്തിച്ചു. ലക്ഷങ്ങൾ പങ്കെടുത്ത മയ്യിത്ത് നമസ്കാരത്തിന് ശേഷം വിമാനം വഴി ലാഹോറിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. സെപ്റ്റംബർ 25 മൃതദേഹം മൗദൂദിയുടെ താമസ സ്ഥലമായ 5A ദിൽഹാർ പാർക്കിൽ എത്തി. അന്ന് മൗദൂദിയുടെ ജന്മദിനം കൂടിയായിരുന്നു. വൻ ജനാവലി അവിടെയും തടിച്ചുകൂടിയിരുന്നു. സെപ്റ്റംബർ 26 ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ അവസാനത്തെ ജനാസ നമസ്കാരം നടന്നു. ലോകപ്രശസ്ത പണ്ഡിതൻ ഡോക്ടർ യൂസുഫുൽ കർലാവി നമസ്കാരത്തിന് നേതൃത്വം നൽകി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ പണ്ഡിതന്മാരും പ്രഗത്ഭ വ്യക്തിത്വങ്ങളും അതിൽ പങ്കെടുത്തു. അനേക ലക്ഷങ്ങൾ അവിടെയും നമസ്കാരത്തിൽ പങ്കുചേർന്നു. അത്രയധികം ആളുകൾ പങ്കെടുത്ത ജനാസ നമസ്കാരം ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനുമായ മൗലാന മുഹമ്മദ് അലി കാന്തൽവി പറയുന്നു, മൗദൂദിയുടെ മയ്യിത്ത് നമസ്കാരത്തിൽ ഞാനും പങ്കെടുത്തു. ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ജനാസ നമസ്കാരം ചരിത്രത്തിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ 3 വൻകരകളിൽ മൃതദേഹം മുന്നിൽ വെച്ചുകൊണ്ട് മൗദൂദിയുടെ മയ്യിത്ത് നമസ്കാരം നടന്നു. ഇതും അത്യപൂർവമായ ഒരു സൌഭാഗ്യം തന്നെ. മയ്യിത്ത് നമസ്കാര ശേഷം സ്വന്തം വസതിയുടെ മുറ്റത്ത് അദ്ദേഹത്തിനുള്ള മക്ബറയിൽ ആ യുഗപുരുഷന്റെ ഭൌതിക ശരീരം അന്ത്യവിശ്രമത്തിനായി വെക്കപ്പെട്ടു. സയ്യിദ് മൗദൂദി മരണപ്പെട്ട് ദശകങ്ങൾ കഴിഞ്ഞു. ഇന്നും അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലോകത്തെങ്ങും വായിക്കപ്പെടുന്നു. അതിലെ ഉത്കൃഷ്ടമായ ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ പ്രകാശം പരത്തുന്നു. ജനഹൃദയങ്ങളിലൂടെ ജീവിക്കുന്ന മഹാമനുഷ്യന് നമുക്ക് പ്രാർത്ഥിക്കാം.